ശരിക്കും ഏട്ടത്തിയെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. ഏട്ടത്തിയോ? എന്ത് ചോദ്യാ മോളേത്? പാറുവിന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുമോ? അവളീ കല്യാണത്തിന് സമ്മതിക്കോ? മോളെ, നീ എന്താ ആലോചിക്കുന്നു? അത് ഞാൻ പാറു ചേച്ചി, ഇല്ല, ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല, എല്ലാം ശരിയായി. എന്ത് ശരിയായിരുന്നു? മോളെന്തപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല. ചേച്ചി വെറുതെ ഏതായാലും ഗിരിയേട്ടനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. ചേച്ചി ഒരു ഡോക്ടറല്ലേ. ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ ചേച്ചി ഇത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്നെ വിളിച്ചു പറഞ്ഞേനെ. അപ്പോ സിദ്ധാർത്ഥൻ എന്ന ഡോക്ടറോ? വേണ്ട, ചേച്ചി ഇപ്പോ ഏട്ടന്റെ ഭാര്യയല്ലേ. കൂടുതലൊന്നും ഞാൻ കാടുകയറി ചിന്തിക്കണ്ട. നിങ്ങൾ അച്ഛനും മോനും കൂടി സംസാരിക്കുന്നതല്ല ഞാൻ കേട്ടു. അച്ഛൻ ഇരിക്കപ്പെണ്ണം വെക്കണം, നിനക്ക് ഗിരിയെ കൊല്ലണം. ഇരിക്കപ്പെണ്ണം വെച്ചാലും കൊന്നാലും നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? പോയ അഭിമാനം തിരികെ വരുമോ? ഒരിക്കലുമില്ല. നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാൻ പുതിയ കഥകൾ കൂടി കിട്ടും, അത്രേ ഉള്ളൂ. കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കരുത്. അമ്മയ്ക്ക് കൂറും അവനോടും അവളോടാണെന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വ്യക്തമായതാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. അമ്മ തന്നെയാ അവനും അവൾക്കും വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്. ഞാൻ ആർക്കും ഒരു ഒത്താശം ചെയ്തു കൊടുത്തിട്ടില്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് നിങ്ങളെ പോലെ തന്നെയാ ഞാനും അറിഞ്ഞു. അത് കള്ളം. എന്റെ അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗിരി തന്നെ പാറുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന് മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അവര് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആദ്യ തീരുമാനമെടുത്തത് അത് അമ്മയായിരുന്നു. ശരിയാണ്, ഞാൻ തന്നെ ആ തീരുമാനം ആദ്യമായിട്ട് പറഞ്ഞത്. അത് അവരുടെ പ്രേമത്തെക്കുറിച്ച് മുന്നറിവുണ്ടായതുകൊണ്ട് മാത്രം പറഞ്ഞതല്ല. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ പിരിക്കരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ഒന്നായെന്ന് കരുതി അധിക നാള് അവർ ഒരുമിച്ച് കഴിയുമെന്ന് അമ്മ വിചാരിക്കണ്ട. എടാ, അവരവരുടെ വഴിക്ക് ജീവിച്ചു പോയിക്കോട്ടെ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നിങ്ങൾ അച്ഛനും മോനും അവരുടെ ഗുണത്തിനും പോണ്ട, ദോഷത്തിനും പോണ്ട. അവരോട് ക്ഷമിക്കേ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. ഇനിയെങ്കിലും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. എന്താടി പറഞ്ഞത്? അവരോട് ക്ഷമിക്കാനാ?
അതിന് പത്മനാഭം മരിച്ചു മണ്ണടിയണം. നാളെ ഇരിക്കപ്പിണ്ടം വെക്കുന്നതോടെ എന്റെ മോളുമായിട്ടുള്ള ബന്ധം തീരുമെങ്കിലും അവനോടും അവളോടുമുള്ള പക അത് മരിച്ചാലും തീരില്ല, ഈ ജന്മം തീരില്ല. അവനും അവളും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ കാത്തിരുന്ന് കണ്ടോ. കുഞ്ഞി നീ ഇതോടെ പോ. വരാം. രശ്മിജി കഴിഞ്ഞു. സൂപ്പർ കഴിഞ്ഞു കഴിഞ്ഞു. കൊള്ളാല്ലേ? ആ കൊള്ളാം കൊള്ളാം. മണക്കട്ടെ. ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്ക് നല്ലോണം മണക്കട്ടെ. എടി ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോ സുഗന്ധം നല്ലതാ. എങ്ങനെ ഈ പൊട്ട സാഹിത്യമൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? എന്തായാലും ഞാൻ പറഞ്ഞ ശരിയല്ലേ? മതി മതി നിർത്ത്. അതെ, നമ്മളിവിടെ ഇങ്ങനെ നിന്നാ മതിയോ? എവിടെ നമ്മുടെ മണവാട്ടി എവിടെ? ഏട്ടത്തിമ്മ അവിടെ നാണം കൊണ്ട് മാറിയിരിക്കുക. വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം.